മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന സത്യം ബാലചന്ദ്രൻ തിരിച്ചറിയുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആകെ വല്ലാതായി പോവാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ബാലചന്ദ്രൻ കാർ ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 22 വർഷമായിട്ട് തന്റെ ഭാര്യ തന്നെ ചതിക്കുമായിരുന്നു, അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപേ തന്നെ അവൾക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രന് അതൊരിക്കലും തന്നെ താങ്ങാൻ പറ്റുന്നില്ല. തൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി അലീന തന്നെയാണ് അവളുടെ സ്വന്തം മകൾ എന്ന് തിരിച്ചറിയുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രന് പിന്നെ അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ബാലചന്ദ്രൻ ഒരുപാടധികം ഇഷ്ടമായിരുന്നു വൈജയന്തിയെ. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആഗ്രഹിച്ച് കൊതിച്ച് സ്വന്തമാക്കിയതായിരുന്നു. എന്നിട്ട് പോലും താൻ പോലും അറിയാതെ വലിയൊരു ചതിയാണ് വൈജയന്തി തന്നോട് ചെയ്തിരിക്കുന്നത് എന്ന ആ ഒരു സത്യം ബാലചന്ദ്രൻ അറിയും. അതുകൊണ്ട് തന്നെ അതൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല ബാലചന്ദ്രന്. അങ്ങനെ ആ ഒരു ദേഷ്യവും വിഷമമെല്ലാം തന്നെ കടിച്ചമർത്തിക്കൊണ്ടായിരിക്കട്ടെ ബാലചന്ദ്രൻ കാർ ഓടിച്ചു കൊണ്ടുപോകുന്നത്. എങ്ങോട്ടേക്കാണ് താൻ പോകുന്നത് എന്നൊരു ഒട്ടും ബോധമില്ലാതെ വളരെയധികം ദേഷ്യവും വിഷമമെല്ലാം തന്നെ മനസ്സിലൊരുക്കിക്കൊണ്ട് എങ്ങോട്ടേക്കാണെന്ന ലക്ഷ്യമില്ലാത്തൊരു യാത്രയായിരിക്കും. അങ്ങനെ അന്ന് ഒരുപാടധികം വൈകിട്ട് പോലും ബാലചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ആകെ ടെൻഷനായിരിക്കും. സാധാരണ ബാലചന്ദ്രൻ വൈകിട്ട് വീട്ടിലേക്ക് വരികയാണെങ്കിൽ അതെല്ലാം വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ഇന്ന് ബാലചന്ദ്രന്റെ ആ ഒരു വിളി പോലും കേൾക്കാത്തത് കൊണ്ട് തന്നെ വൈജയന്തിക്ക് ആകെ ടെൻഷനായിരിക്കും. തിരിച്ച് ബാലചന്ദ്രനെ വിളിച്ചു നോക്കുന്ന സമയത്താണെങ്കിൽ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ എവിടെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽസിലേക്കും ഷോപ്പിലേക്കൊക്കെ മാറി മാറി വിളിച്ചു ചോദിക്കും. അപ്പോഴായിരിക്കട്ടോ ഉച്ചക്ക് തന്നെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ പോയതാണ്, പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നില്ല എന്ന കാര്യം ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും പറയുന്നത്. എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് എങ്ങോട്ടേക്കായിരിക്കും ബാലചന്ദ്രൻ പോയത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിക്ക് ആകെ ടെൻഷനാവാണ്. വൈജയന്തി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ അവിടെ അലീന ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അമ്മേ, ബാലചന്ദ്രൻ ഇത്ര നേരമായിട്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എവിടെയെങ്കിലും മറ്റു പോവാനുണ്ടോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നോടൊന്നും പറഞ്ഞില്ല മോളെ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അന്നേരം വൈജയന്തി പറഞ്ഞിട്ട് അമ്മേ, ബാലചന്ദ്രനെ ഇതുവരെയായിട്ടും കാണാനില്ല. വിളിച്ചു നോക്കിയിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സാധാരണ നേരം വൈകി വരുന്ന സമയത്തൊക്കെ വിളിച്ച് പറയാറുള്ളതല്ലേ, ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അന്നേരം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട് സാർ എന്നോട് പോലും പറയാതെയാണ് പോയത്. സാധാരണ ഭക്ഷണം കഴിച്ച് മയങ്ങിയതിന് ശേഷം ഒരു ചായ പതിവാണ്. അങ്ങനെ ചായയുമായിട്ട് ഞാൻ റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് സാറിനെ അവിടെ കണ്ടില്ല. പോകുന്ന സമയത്തിന് വാതിലടക്കാൻ എന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോവാറുള്ളത്. പക്ഷേ ഇന്നൊന്നും മിണ്ടാതെയാണ് സാർ ഇറങ്ങിപ്പോയത്. റൂമിൻ്റെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചായയുമായിട്ട് റൂമിലേക്ക് കയറി നോക്കിയപ്പോഴേക്കും റൂം ആകെ അലങ്കോലമായി കിടക്കുമായിരുന്നു. എന്തോ പതിവിലും വിപരീതമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന. അന്നേരം വൈജയന്തിക്ക് ആകെ സംശയമാണ്. വൈജയന്തി പറഞ്ഞിട്ട് അങ്ങനെ എന്നും ബാലചന്ദ്രൻ പോകാത്തതാണല്ലോ. അമ്മേ, ഞാൻ കുറേ വിളിച്ചു നോക്കി, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ടെക്സ്റ്റൈൽസിലേക്കും ജ്വല്ലറിയിലേക്കൊക്കെ ഞാൻ വിളിച്ചു നോക്കി. ഉച്ചയ്ക്ക് ശേഷം അവിടെയൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റാഫിനോടൊക്കെ വിളിച്ചു നോക്കുന്ന സമയത്ത് തന്നെ അവർക്കൊന്നും ബാലചന്ദ്രനെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല. അമ്മേ, എനിക്കാകെ പേടിയാവുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറഞ്ഞിട്ട് എന്താ വൈജയന്തി, അതിന് പേടിക്കൊന്നും വേണ്ട. അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ, അവൻ എവിടേക്കെങ്കിലും കാര്യമായിട്ട് പോയതായിരിക്കും. എന്തായാലും അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും, നീ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പറയും മുത്തശ്ശി. അന്നേരം വൈജയന്തി ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. വൈജയന്തിയുടെ മനസ്സിൽ കുറേ അധികം കള്ളത്തരങ്ങളുള്ളത് കൊണ്ട് തന്നെ വൈജയന്തി അതിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഇനി ബാലചന്ദ്രൻ എന്തെങ്കിലും സത്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ആകെ ടെൻഷനോടെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അലീനാണെങ്കിൽ നേരെ മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വിളിക്കാൻ അറിയാല്ല എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീൻ്റെ പന്തിൽ അതേ മനുവേട്ട, ഒരു പ്രശ്നമുണ്ട്. ബാലചന്ദ്രൻ സാർ ഇതുവരെയായിട്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയും. ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോഴേക്കും സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നത് അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അങ്കിളിന് മറ്റെന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയും. അപ്പോഴേക്കും അലീന പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല മനുവേട്ട, ഇന്ന് ഉച്ചക്ക് മുൻപ് സാറിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. സാറിൻ്റെ സ്വഭാവത്തിലാകെ കൂടി എന്തോ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പേ എന്നോടൊന്നും പറഞ്ഞതുപോലുമില്ല. മുറിയിലേക്ക് ഞാൻ ചായയുമായി ചെന്ന സമയത്തന്നെ മുറി ഒക്കെ ആകെ വലിച്ചിട്ട് അലങ്കോലമായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാണ് അലീന. മനുവേട്ടനൊന്ന് അന്വേഷിക്കാവോ എന്ന് അലീന ചോദിക്കുന്ന സമയത്തിന് മനു പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊച്ചിയിലല്ലേ, ഏതായാലും ഒന്ന് അന്വേഷിച്ച് നോക്കാം. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം, നീ ടെൻഷൻ ആവില്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് ആൻറ്റി വിളിച്ചു ചോദിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും മാഡം വിളിച്ചു നോക്കി, പക്ഷേ വിളിച്ചപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്ന സമയത്തിന് എന്തായാലും നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ മനു ഫോൺ കട്ട് ചെയ്യുന്നത്. ഇതേ സമയത്ത് വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. മുറിയിൽ ഇങ്ങനെ അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വൈജയന്തി അറിയാതൊന്നും മയങ്ങി പോകുന്നുണ്ട്. ആ ഒരു മയങ്ങി പോകുന്ന സമയത്തിന് വൈജയന്തി പെട്ടെന്ന് ഉറക്കത്തിലൊരു സ്വപ്നം കണ്ട് പേടിക്കുകയാണ്. സത്യമല്ല ബാലചന്ദ്രൻ മനസ്സിലാക്കിയതിനു ശേഷം ബാലചന്ദ്രൻ നേരെ ഒരു തോക്കെടുത്ത് വന്നിട്ട് വൈജയന്തി ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യമായിരിക്കട്ടെ കാണുന്നത്. ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, 10-22 വർഷം കൂടെ എൻ്റെ കൂടെ സ്നേഹിച്ചിട്ട് എൻ്റെ കൂടെ നിന്നിട്ട് നീ എന്നെ ഇത്ര കാലം ചതിക്കുമായിരുന്നു അല്ലേ? കല്യാണത്തിന് മുൻപേ നീ ഒന്ന് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിനക്ക് മറ്റൊരു ബന്ധത്തിലൊരു കുഞ്ഞുണ്ടായിട്ട് നിന്റെ അമ്മയും അച്ഛനും ചേട്ടന്മാരെല്ലാവരും ചേർന്ന് നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെക്കുമായിരുന്നു അല്ലേ?
എടി എന്നാലും എല്ലാം അറിഞ്ഞിട്ടും എന്നോട് ഈ ചതി വേണ്ടായിരുന്നോടി. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു. എന്നിട്ട് പോലും നീ എന്നെ ചതിക്കല്ലേ ചെയ്തത്. നിന്റെ എല്ലാവിധ ദേഷ്യത്തിനും വാശിക്കും പിടിവാശിക്കും എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നില്ലേ. എന്നിട്ട് അതൊക്കെ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നീ എന്താ ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചോ? അപ്പോൾ ഇത്ര കാലം നീയും നിന്റെ വീട്ടുകാരും എല്ലാവരും ചേർന്ന് കൊടുത്തിനെ എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ബാലചന്ദ്രൻ ആ ഒരു തോക്കുന്നേരെ വൈജയന്തിക്ക് നേരെ ഇങ്ങനെ നീട്ടി നിൽക്കുന്നതാട്ടോ കാണുന്നത്. ഇത്രയും വലിയ നീച പ്രവൃത്തി ചെയ്ത് നീ ഏതായാലും ഇനി ജീവിച്ചിരിക്കാനൊന്നും പാടില്ല. എടി യാതൊരു തെറ്റും ചെയ്യാതെ എന്നെയാണ് നീ ചതിച്ചത്. എന്നെയും എൻ്റെ മക്കളെയാണ് നീ ചതിച്ചത്. അങ്ങനെയുള്ള നീ ഇനി ജീവിച്ചിരിക്കണ്ട. 10-22 വർഷം എൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്തിന് നിന്നെ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കിയത്. അതുകൊണ്ട് ഇനി നീ ഏതായാലും ജീവിച്ചിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബാലചന്ദ്രൻ വൈജയന്തി ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഒരു തോക്കിങ്ങനെ നെറ്റത്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ ഒരു കാഴ്ച കാണുന്നതോടുകൂടി തന്നെ സ്വപ്നത്തിൽ വൈജയന്തി അങ്ങ് പെട്ടെന്ന് അങ്ങ് ഞെട്ടി എഴുന്നേൽക്കാണ്. എന്നിട്ട് ഓർക്കെ ഇങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ചങ്ങ് കരയും. അപ്പോൾ ആ ഒരു സൗണ്ടും കേട്ടുകൊണ്ട് തന്നെ അലീന അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. മാഡം എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അലീന അങ്ങോട്ടേക്ക് ഓടി വരും. അപ്പോഴേക്കും വൈജയന്തിക്കും അലീനയെ കാണുമ്പോൾ ദേഷ്യം വന്നിട്ട് ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ബാലചന്ദ്രൻ സാർ വന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ലയെന്ന് പറയാണ് അലീന. എന്താ മാഡം വല്ല സ്വപ്നവും കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട് നീ ഒന്നും അന്വേഷിക്കണ്ട, നീ പോയി കടന്നോ എന്ന് പറയും. അങ്ങനെ അലീനെ അവിടെ നിന്ന് മാറ്റിവിടുന്നതോടുകൂടി തന്നെ അലീന നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് കിടക്കാണ്. എന്നിട്ട് അലീന വീണ്ടും അതിനെ പറ്റിയിട്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അലീന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ബാലചന്ദ്രൻ സാറിന് എന്തോ ഒരു കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ രോഹിതിനെ പറ്റിയിട്ട് സംസാരിച്ചതും അതിനുശേഷം അലീന ഇങ്ങനെ ചേർത്ത് പിടിച്ച് സംസാരിച്ചതൊക്കെ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ സാറിന് എന്തായിരിക്കും പറ്റിയതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന ഭയങ്കര ടെൻഷനിൽ അത് ഓർത്ത് കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ സാറിനായിരിക്കും. കുറേ ദൂരം ലക്ഷ്യമില്ലാതെ കുറേ ദൂരം യാത്ര പോയതിനു ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മുഖമൊക്കെ ഇങ്ങനെ കഴുകുന്നുണ്ട്. കുറച്ചു നേരം കുറേ ഇങ്ങനെ യാത്ര ചെയ്തതിനു ശേഷം ബാലചന്ദ്രൻ ഒന്ന് കൂളാവും. പോകുന്ന സമയത്തെല്ലാം ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരിക്കും, ഇത്ര കാലം തന്നെ ചതിച്ച് അവരോട് ഏതായാലും പകരം വീട്ടണം. അവരൊറ്റ പേരെയും വെറുതെ വിടാൻ പാടില്ല. എല്ലാ സത്യം അറിഞ്ഞു വെട്ടിച്ചുകൊണ്ട് തന്നെയാണ് വൈജയുടെ അച്ഛൻ ആ ഒരു കുട്ടിയെ തന്നെ ഇങ്ങോട്ടേക്ക് ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് എല്ലാ സത്യവും അറിയാമായിരുന്നു. എല്ലാം ഒന്നും അറിയാതെ വെറും ഒരു പൊട്ടനായി ഞാൻ. അവരെല്ലാവരും ചേർന്നിട്ട് എന്നെ മണ്ടനാക്കുമായിരുന്നു. ഒരാൾ വേണ്ടാന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചു പോയി എച്ചിലാണ് എന്നെക്കൊണ്ട് ഇത്ര കാലം അവർ തീറ്റിച്ചിരുന്നത്. അങ്ങനെ അവരെന്നെ വെറും ഒരു എച്ചിൽ പെട്ടിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ ഞാൻ സ്നേഹിച്ച ഞാൻ കൊതിച്ച ഒരു പെണ്ണിനെ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതൊരു എച്ചിലാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഏതായാലും കുറേ അധികം ദൂരെ യാത്ര ചെയ്തതിന് ശേഷം മൈൻഡൊക്കെ ഒന്ന് കൂളാവും. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രൻ ഏതായാലും തിരിച്ച് വീട്ടിലേക്ക് എത്തിയതോടുകൂടി തന്നെ വൈജയന്തിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? എന്നിട്ട് ഫോൺ എന്താ എടുക്കാഞ്ഞത്? ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി വല്ലാതെ ദേഷ്യപ്പെടും. അന്നേരം ബാലചന്ദ്രന് വിട്ടുകൊടുക്കുന്നില്ലല്ലോ. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടേക്ക് പോവാണല്ലോ? നിന്നോട് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടോ? ഇത്ര കാലം നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നില്ലേ? ഇനിയിപ്പോൾ ആരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പരസ്പരം വിരുദ്ധമായിട്ട് എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം വൈജയന്തിക്ക് കാര്യമൊന്നും മനസ്സിലാവാതെ എന്താ ബാലചന്ദ്രൻ നീ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും. ആദ്യം ആ ചതിക്ക് എത്രമാത്രം ആഴമുണ്ടെന്ന കാര്യം ഞാൻ മനസ്സിലാക്കട്ടെ. അതെനിക്ക് മനസ്സിലായതിന് ശേഷം എല്ലാവർക്കും ഞാനത് മനസ്സിലാക്കി തരുന്നുണ്ട് എന്ന് അർത്ഥം വെച്ച് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവും. അപ്പോൾ വൈജയന്തിക്ക് വീണ്ടും ആകെ ടെൻഷനാവുകയാണ്. കാരണം ചതി എന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് പേടിയാവും. കാരണം താൻ വലിയൊരു ചതി തന്നെ 10-22 വർഷങ്ങൾക്ക് മുൻപ് ബാലചന്ദ്രനോട് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ എങ്ങാനും സത്യം മനസ്സിലാക്കിയോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോട് കൂടെ ആയിരിക്കും വൈജയന്തി ഏതായാലും പെട്ടെന്ന് തന്നെ ബാങ്കിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് അലീന കോഫിയുമായിട്ട് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രനാണെങ്കിൽ കയ്യിലൊരു തോക്കും പിടിച്ചിങ്ങനെ ചൂണ്ടി നിൽക്കുക. സർ ദാ കോഫി എന്നൊക്കെ പറഞ്ഞ് അലീന ആ ഒരു കോഫി നേരെ ബാലചന്ദ്രനെ നീട്ടുന്നതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ആ ഒരു തോക്ക് എടുത്തിട്ട് നേരെ അലീനയുടെ നെറ്റിക്ക് നേരെ അങ്ങ് നീട്ടും. അന്നേരം അലീന പേടിയോട് കൂടി തന്നെ സർ എന്താ സർ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി ആയിരിക്കും അലീനയോട് സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീയും ഇത്ര കാലം എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? ഇത്ര കാലം ഞാൻ നിന്നെ സ്വന്തം മോളെ പോലെയല്ലേ കണ്ടിരുന്നത്? എന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് അലീനക്ക് ആകെ വിഷമായിരിക്കും. അലീന ചോദിക്കുന്നുണ്ട് ചതിക്ക് സർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് നിനക്കെങ്കിലും സത്യമെല്ലാം എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? നീ വെറുതെ ഒരു വേലക്കാരിയായിട്ട് ഈ വീട്ടിലേക്ക് വന്നതൊന്നുമല്ലല്ലോ. നീ കുറേ അധികം ലക്ഷ്യങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം അലീന പറഞ്ഞിട്ട് സർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ എന്ന് പറയുന്ന സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നീ എൻ്റെ മുന്നിൽ പൊട്ടം കളിക്കാണോ? നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്നെ അങ്ങ് പൊട്ടനാക്കുവാണോ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടും. അന്നേരം എന്താണ് സർ കാര്യം എന്നിങ്ങനെ അലീന ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ വൈജയന്തിയുടെ മകളല്ലേ നീ? എന്നാൽ ആ ഒരു കാര്യം കേട്ടതോടു കൂടി തന്നെ അലീന ആകെ ഷോക്കായി നിൽക്കുകയാണ്. അലീന ഒരു ഞെട്ടലോട് കൂടെ തന്നെ സർ എന്ന് വിളിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയും എല്ലാ സത്യങ്ങളും എനിക്കറിയാം. 10-22 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തിയുടെ വയറ്റിൽ ജനിച്ച അവളുടെ സ്വന്തം മകളല്ലേ നീ? വെറുതെ അല്ല ഇവിടെ അമ്മക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോഴേക്കും അവളുടെ അച്ഛൻ നിന്നെ തന്നെ ഹോം നേഴ്സായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരുന്നത്.
പക്ഷേ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ സത്യം നിനക്ക് എന്നോടെങ്കിലും തുറന്നു പറയാമായിരുന്നു. എല്ലാവരും എതിർത്തിട്ടും നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് മനു പറഞ്ഞപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. ആ എന്നോടെങ്കിലും നിനക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമായിരുന്നു. ഇങ്ങനെ എന്നെ മാത്രം ഇങ്ങനെ മണ്ടനാക്കാൻ മാത്രം നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടതിനെ ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടും. അന്നേരം അലീന പറഞ്ഞിട്ട് സർ അങ്ങനെ ഒന്നുമില്ല സർ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് വേണ്ട, ഇനി നീ എന്നോടൊന്നും സംസാരിക്കണ്ട, നീ രേവതി കുട്ടിയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കേട്ടതാണ്. ഇനി ഏതായാലും അതിൽ കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. അല്ലെങ്കിലും നീ ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നോട് തെറ്റ് ചെയ്തിരിക്കുന്നത് വൈജയന്തിയും അവളുടെ വീട്ടുകാരുമാണ്. എന്നെ അവളാണ് ചതിച്ചത്, എന്നെ അവളുടെ വീട്ടുകാരാണ് ചതിച്ചത്. തെറ്റ് ചെയ്തത് അവരാണ്. അതുകൊണ്ട് അവരോട് ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയും. അന്നേരം അലീന പറഞ്ഞിട്ട് ഒന്നും വേണ്ട സർ, നാളെ തന്നെ ഞാൻ എവിടെ നിന്നും പോവാൻ നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങളെന്നും അറിയിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞാൻ നാളെ എന്തായാലും എവിടെ നിന്ന് പോവും. അതോടുകൂടി തന്നെ പിന്നെ നിങ്ങൾക്കൊരിക്കലും ഇവിടെ ഒരു പ്രശ്നമുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഇനി നീ ഇവിടെ നിന്ന് പോയാലെന്ത് പോയില്ലെങ്കിലെന്ത്, പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയല്ലോ. ഇനി ഒന്നും ഒരിക്കലും പഴയതുപോലെ ആവില്ല. ഇനി ഒരിക്കലും അവളെ സ്നേഹിക്കാനൊന്നും പഴയതുപോലെ സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ എന്നെ ചതിച്ചതിന് എന്തായാലും അവൾ അനുഭവിക്കും. അത് അനുഭവിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്നും പോവുള്ളൂ. എന്നെ ചതിച്ചതിന് എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവളോട് പകരം ചോദിച്ചിരിക്കും. എല്ലാത്തിനും ഞാൻ അവളോട് എണ്ണി പകരം ചോദിച്ചിരിക്കുമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ്. ബാലചന്ദ്രൻ അങ്ങ് കുഴഞ്ഞു വീഴുന്നതോടുകൂടി തന്നെ അലീനക്ക് ആകെ പേടിയാവും. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഒരു ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് അലീനയെ തന്നെയായിരിക്കും ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ഇതൊരു മൈനർ അറ്റാക്കാണ്. കൃത്യസമയത്ത് ബാലചന്ദ്രനെ ഇവിടെ എത്തിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. എന്നാൽ ഈ ഒരു വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തിയും അതുപോലെ മനുവും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വൈജയന്തി കാണാൻ വരുന്ന സമയത്തിന് വളരെ മോശം രീതിയിലായിരിക്കും ബാലചന്ദ്രൻ വൈജയന്തിയോട് പെരുമാറുന്നത്. അങ്ങനെ സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് ബാലചന്ദ്രന് വൈജയന്തിയെ കാണുന്നത് പോലും വെറുപ്പായിരിക്കും. എത്രമാത്രം വൈജയന്തിയെ അവഗണിക്കാൻ പറ്റുമോ അത്രയും മാത്രം അവഗണിക്കുന്നതെന്ന് മാത്രമല്ല വളരെയധികം വെറുപ്പോട് കൂടിയായിരിക്കും നോക്കുന്നതും സംസാരിക്കുന്നത് പോലും. ഇതെല്ലാം കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നാണ്. ഏതായാലും അലീനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നൊന്നുമില്ല. സ്വന്തം മകൾക്ക് കൊടുക്കാവുന്നതിലേറെ സ്നേഹം തന്നെയായിരിക്കും ബാലചന്ദ്രൻ അലീനക്ക് പകുത്തു കൊടുക്കുന്നത്. എന്നാൽ ബാലചന്ദ്രൻ അലീനയെ ഒരുപാടധികം സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ വൈജയന്തി ഇങ്ങനെ അവഗണിക്കുകയും അവളോട് ഇങ്ങനെ വെറുപ്പൊക്കെ കാണിക്കുന്ന സമയത്തിന് വൈജയന്തിയുടെ മനസ്സിൽ ചെറുതായിട്ട് ഇങ്ങനെ ഡൗട്ട് തോന്നുകയാണ്. അലീനയും ബാലചന്ദ്രനും തമ്മിൽ എന്തോ ഒരു അവിഹിതമുണ്ട് എന്ന രീതിയിലൊക്കെ ആയിരിക്കട്ടെ വൈജയന്തി സംശയിക്കുന്നത്. അതോടുകൂടി തന്നെ അലീനയെ ബാലചന്ദ്രൻ പോലും അറിയാതെ ആ വീട്ടിൽ നിന്നും വൈജയന്തി ഇറക്കി വിടുന്നുണ്ട്. അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷമുള്ള എപ്പിസോഡ് ഓൾറെഡി ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ചാനൽ തന്നെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.